ഈ കഥയുടെ പേര് വേണ്ടാത്തിടത്ത് മനസ്സ് തുറക്കരുത്. അതുപോലത്തെ ഒരു കഥ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതും അതുപോലത്തെ ഒരു കഥയാണ്. അതായത് ചെമ്പഴന്തി ഗുരുകുലത്തിൽ സ്വാമി അമൃതാനന്ദ പെടാതെ പതിയായിരിക്കുന്ന കാലം, അന്ന് ഞാൻ എസ്.എൻ. കോളേജിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുരുകുലത്തിനെ പ്രതിനിധീകരിച്ച് 2-3 ആളുകൾ കോളേജിൽ വന്നു. അവർ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിച്ചപ്പോൾ ഞാൻ എന്നെ റൂമിലുണ്ടാവും, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യമാണെങ്കിൽ അവിടെ ചെന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്നെ കാണാൻ അവിടെ വന്നു. അവിടെ വന്നപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയെ അങ്ങനെ അവർ ഡോറിൻ്റെ അവിടെ നിന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് വിശേഷം, എന്താണ് എന്നെ കാണാൻ വന്ന കാര്യം എന്താണ്? അത് ചെമ്പഴന്തി മുതൽ അടുത്ത ജംഗ്ഷൻ ശ്രീകാര്യം വരെ ഗുരുകുലത്തിൽ നിന്ന് പ്രൊസഷൻ പോകും. പ്രൊസഷൻ അങ്ങോട്ടല്ല പോകുന്നത്, ശ്രീകാര്യത്തു നിന്ന് ചെമ്പഴന്തിയിലോട്ടാണ്. ഒരു രഥത്തിൽ നാരായണ ഗുരുവിൻ്റെ പ്രതിമയോ ഫോട്ടോ വെച്ചിട്ട് ഒരു എഴുന്നള്ളത്ത് നടത്തും. അതിന് കുറേ ആളുകൾ അനുയായികൾ അവരുടെ കൂടെ ഒരു ജാഥ തന്നെ ഉണ്ടാവും. ആ ജാഥ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ചെറിയൊരു പ്രസംഗം നടത്തും. അത് ആരെങ്കിലും ഒരാൾ നടത്തിയാൽ മതി. അങ്ങനെ ഏതെങ്കിലും വിശിഷ്ട വ്യക്തിയെ ഇവർ കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് നിയോഗിക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ സാറിനെയാണ് ഞങ്ങൾ ഇത്തവണ ഇതിനു വേണ്ടി തീരുമാനിച്ചത്. ഗുരുകുല കമ്മിറ്റിക്കാരുടെ തീരുമാനം സാറിനെ ക്ഷണിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല എന്ന്. അതെന്ത് സാറ് വരാം? സാറ് ഗുരുകുലത്തിലൊക്കെ പോയി, ഗുരുകുലത്തിലൊക്കെ വർക്കല ഗുരുകുലത്തിലും ശിവഗിരിയിലും പിന്നെ പല സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കാനും പോകാനുള്ളൂ, സാറെന്താ വരാത്തത്? ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ ഞാൻ വരില്ല. അത് കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വരില്ല എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് അറിയണം എന്ന കാര്യം എന്താ? കാര്യം അറിയണമെന്ന് അറിയെങ്കിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു തരും. നിങ്ങളവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി വെയിറ്റ് ചെയ്യും, ഞാൻ അങ്ങോട്ട് ഉടനെ വരും. ക്ലാസ് ഇനി കുറച്ച് സമയം കൂടി ഉള്ളു, അത് കഴിയുമ്പോൾ അങ്ങോട്ട് വരും. ഞാൻ അവരെ പറഞ്ഞു വിട്ടവർ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ വെയിറ്റ് ചെയ്യേ. അങ്ങനെ ഞാൻ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് ഞാൻ സാധാരണ ക്ലാസ്സിൽ പുസ്തകം കൊണ്ടുവരും, ചോക്ക് മാത്രമേ കൊണ്ടുള്ളൂ, ചോക്കും ഡസ്റ്ററും. പോയി ഇപ്പോൾ കൈ നിറയെ ചോക്കാണ്. അങ്ങനെ ചോക്ക് പൊടിയൊക്കെ കൈ കഴുകിയിട്ട് വന്നിട്ട് ഞാനിവരെ വരാന്തയിലിട്ട് വിളിച്ച് മാറ്റി നിർത്തി. അവിടെ ഞാൻ ചോദിച്ചു, എന്താണ് സംഭവം, എന്താണ് നിങ്ങൾക്ക്? അപ്പോൾ അവരെന്നോട് പറയുന്നത്, സാറ് വരാത്ത കാര്യം എന്താണെന്ന് അറിയില്ല, ഞങ്ങൾക്ക് അവിടെ പോയിട്ട് കമ്മിറ്റി പറയാനുള്ളതാണ്, സാർ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനേ ഒരു അധ്യാപകനാണെങ്കിൽ ശരി തന്നെ, ഇപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഞാൻ കൂടുമ്പോൾ ചിലപ്പോൾ ഒരു സ്മോളൊക്കെ അടിക്കുന്നു വരും. അങ്ങനെ ഒരു സ്മോൾ അടിക്കുന്ന ആൾ ഇതുപോലത്തെ ഒരു പ്രത്യേക നാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫങ്ഷനിൽ പങ്കെടുക്കാം, പക്ഷേ ഒരു ആധികാരിക സ്ഥലത്ത് ഞാൻ വന്ന് ചെയ്യാൻ പാടില്ല. അതിനുള്ള യോഗ്യനല്ല ഞാൻ വെള്ളം അടിക്കുന്ന ഒരാളാണ്. വെള്ളം അടിക്കുകയെന്ന് പറയുന്നത് നാരായണ ഗുരുവിൻ്റെ ഒരു മീറ്റിങ്ങിൽ വെള്ളം അടിക്കാതെ അവിടെ ഒന്ന് ഞാൻ പ്രസംഗിക്കണോ? നിങ്ങൾ പറയുന്നതാണോ? അത് ഞാൻ ചെയ്യില്ല എന്ന് പറയും. ഞാൻ എന്നോട് തന്നെ വിശ്വാസം ഞാൻ കാണിക്കുന്നത് തുല്യമായിരിക്കും, ഒരിക്കലും ഞാൻ ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ അവസാനം അവർ പറഞ്ഞു, അത് ഞാൻ. അപ്പോൾ അതിനകത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവിടെ ചെമ്പഴന്തി ഗുരുകുലത്തിന് ഓപ്പോസിറ്റിൽ രാമേന്ദ്രൻ്റെ കയ്യിലകത്തുണ്ട്. രാമേന്ദ്രൻ, പിന്നെ വിശ്വംഭരൻ, ഇങ്ങനെ പല ആളുകളുണ്ട്. അവർ ഞങ്ങളൊക്കെ വെള്ളം അടിക്കുമല്ലോ, ഞങ്ങളൊന്നും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സാഹിത്യത്തിൽ അടിച്ചെന്ന് ചെന്ത് കുഴപ്പമില്ല. പിന്നെ റിട്ടയർ ചെയ്ത അവിടുത്തെ സൂപ്രണ്ടുണ്ട്, ചെമ്പഴന്തി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത സൂപ്രണ്ടാണ് കൊടുത്തിട്ടുണ്ടായത്. ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല, എന്തായാലും ഞാൻ വരില്ല. അങ്ങനെ അവർ ക്ഷുഭിതരായി നേരെ ഗുരുകുലത്തിൽ ചെന്ന് സ്വാമി മീറ്റിംഗ് വിളിച്ചു കിട്ടിയപ്പോൾ മീറ്റിങ്ങിൽ പറഞ്ഞു, ഞാൻ അയാൾ വരില്ലെന്ന് പറഞ്ഞു, അയാൾ വെള്ളം അടിക്കുന്ന ആളാണ്, അതുകൊണ്ട് അതിന് ഇയാൾ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി പറഞ്ഞു, അയാൾ സത്യമല്ലേ പറഞ്ഞത്. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഈ കൂടെ എന്നെ വിളിക്കാൻ വന്ന കൂട്ടത്തിൽ രാമേന്ദ്രൻ പറഞ്ഞു, അയാൾ പറഞ്ഞത് തെറ്റൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്ന ഒരു ജാതി ഒരു മതമെന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കളാരെങ്കിലും പൊലേനെ കല്യാണം കഴിച്ചു കൊടുക്കുക, ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കൊടുക്കുക, അതുപോലെ അങ്ങനെ ഉള്ള മനസ്സുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതുപോലെ അയാൾ സത്യം പറഞ്ഞു, നമ്മളത് ഉൾക്കൊള്ളുകയേ വേണ്ട. ഇപ്പോൾ സ്വാമി പറഞ്ഞു, ഏതെങ്കിലും ഒരു പണിയെ നമുക്ക് ഒരു കോംപ്രമൈസ് ആകാം, നമുക്കൊരു തർക്കം വേണ്ട, നമുക്ക് വേറെ ആരെങ്കിലും കണ്ടെത്താം, അതോടുകൂടി നമുക്ക് നിർത്താം. പക്ഷേ അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, ഞാനത് പറയാൻ പാടില്ലായിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയരുത്.
പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെ റിവേഴ്സ് ഇഫക്റ്റ് നമ്മളെ ദോഷമായിട്ട് ബാധിക്കുന്നുള്ളൂ. അവിടെ അപ്പോൾ ആ കമ്മിറ്റിയിൽ വന്ന ആളുകളെല്ലാം ഇതറിഞ്ഞു, അത് നാട് മുഴുവൻ പിന്നെ അറിഞ്ഞു. ഗുരുകുലത്തിൽ നിന്നുള്ള ന്യൂസ് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് നാട്ടുകാർ പലരും ഇതറിഞ്ഞു. ചിലരെന്നെ അനുകൂലിക്കുന്നവരുണ്ട്, ചിലരെന്നെ എതിർക്കുന്നവരുണ്ട്. ഏതായാലും ഞാൻ ചെയ്തത് ശരിയല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ എന്നോട് നീതി പുലർത്തുക മാത്രമേ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ വരില്ലെന്ന് പറഞ്ഞത്. ഇതാണ് കഥ.